ഹായ്, കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പച്ച പൈനാപ്പിളും മുരിങ്ങയ്ക്കയും വെച്ച് നല്ലൊരു ഒഴിച്ചേറി ഉണ്ടാക്കാൻ പോവുക. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തരിക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ ജീരകം നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറി ലീഫ് ഇടാം. കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇടാം. സവാള ഇട്ട് സവാള ചെറുതായി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന തക്കാളി മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത ആ തക്കാളി ജ്യൂസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇത് നന്നായി ഒന്ന് വഴറ്റി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് ആ സവാളയും തക്കാളിയും എല്ലാം നല്ലതുപോലെ വെന്ത് വരണം. വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ആഡ് ചെയ്ത് ഇത് നന്നായി ഒന്ന് വഴറ്റി അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന അരിഞ്ഞു വച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക, അരിഞ്ഞു വച്ചിരിക്കുന്ന പൈനാപ്പിൾ എന്നിവയെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ബൗൾ വെള്ളവും കൂടെ ചേർക്കാം. വെള്ളവും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഇത് ഞാൻ തക്കാളി അരച്ചെടുത്ത ബൗളാണ്, അതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ ഇരിക്കുന്നത്. ആ വെള്ളവും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഇനി നമുക്ക് കൂട്ട് തയ്യാറാക്കാം. ഒരു ജാർ എടുത്ത് അതിലേക്ക് 1/2 ബൗൾ തേങ്ങ, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവയെ ആഡ് ചെയ്ത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഇവിടെ വേവിക്കാൻ വെച്ചിരിക്കുന്ന പൈനാപ്പിളും മുരിങ്ങയ്ക്കയും വെന്തോന്ന് നോക്കാം. ഇവിടെ മുരിങ്ങയ്ക്ക വെന്തിട്ടുണ്ട്, പക്ഷേ പൈനാപ്പിൾ വെന്തില്ല. എങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടെ ഇത് വേവിക്കേണ്ടതുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഇളക്കി പൊത്തി വെച്ച് അടയ്ക്കാൻ പോവുകയാണ്. അടച്ച് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും മുരിങ്ങയ്ക്കയും പൈനാപ്പിളും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച കൂട്ട് ആഡ് ചെയ്യാണ്. കൂട്ടും ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ കലക്കിയതിന് ശേഷം ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ പച്ച പൈനാപ്പിളും മുരിങ്ങയ്ക്കായിട്ടുള്ള കറി തയ്യാറാണ്. ആ പൈനാപ്പിളിൻ്റെ ചെറിയൊരു പുളിപ്പും ചെറിയൊരു ഇനിപ്പും, നല്ല പഴുത്ത പൈനാപ്പിളല്ല, വെറും പച്ച പൈനാപ്പിളാണ്, എങ്കിലും ചെറിയൊരു ഇനിപ്പ്, ആ 1/4 പരുവം ആയ പൈനാപ്പിളാണ്. അതിൻ്റെ ഇനിപ്പും കൂടെ ആകുമ്പോൾ ഈ കറി സൂപ്പർ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ പൈനാപ്പിൾ വന്നു തുടങ്ങി. അതുകൊണ്ട് കിട്ടുന്നവർ ദയവായി ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. പൈനാപ്പിൾ കറി ഇവിടെ തയ്യാറാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാലേ എൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു.